സൂര്യചന്ദ്ര ഭാഗം 8. വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ നഗരത്തിലെ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. പ്രസിദ്ധ ബിസിനസ് വുമൺ വാമിക രാമചന്ദ്രൻ, വൈഷ്ണവിയുടെ അമ്മ, അവരുടെ സഹോദരൻ വിശ്വനാഥന്റെ മകൻ ശ്രീകാന്ത്, പിന്നെ ലോ കോളേജിലെ പവർ ഗ്യാങ് ലീഡർ സുജിത്തിന്റെയും രംഭയുടെയും അച്ഛൻ, 4 പേരും ചേർന്നാണ് അത് നിയന്ത്രിക്കുന്നത്. ആർക്കും സംശയിക്കാത്തൊരു മുഖം, അതാണ് വാമിക രാമചന്ദ്രൻ. അവർക്കറിയാം ആ മുഖത്തിന് പിന്നിൽ ഉള്ള രഹസ്യം. പ്രണയം നഷ്ടപ്പെട്ട വിരോധവും അക്കാദമിക് പോരാട്ടവും. കുറച്ച് ആളുകൾ വന്ന് ക്യാമ്പിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ചന്ദ്ര? സൂര്യ ചോദിച്ചു. അതെ. ചന്ദ്രയുടെ കണ്ണുകളിൽ അത് കേട്ടപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു വന്നു. അവളുടെ കണ്ണുകളിൽ അപ്പോൾ തീയായിരുന്നു. അവർക്കറിയാമായിരുന്നു ഈ ക്യാമ്പ് നമ്മുടെ കോളേജിന്റെ പേരിനെ ഉയർത്തുമെന്ന്. അല്പസമയം മൗനമായിരുന്നു. പിന്നെ സൂര്യയുടെ ശബ്ദം ഉറപ്പോടെ, അവർ തന്നെയാണ് ഇതിന് പിന്നിൽ. നമ്മൾ വേണം അത് കണ്ടെത്താൻ. ഒരു ഭാഗത്ത് ആരോഗ്യം മെഡിക്കൽ കെയർ ട്രസ്റ്റ്, അതാണ് സൂര്യയുടെയും ചന്ദ്രയുടെയും അമ്മമ്മയും മുത്തശ്ശനും ചേർന്ന് നിർമ്മിച്ച ഹോസ്പിറ്റൽ. പഴമയുള്ള കൊച്ചു കുടിലിൽ നിന്ന് തുടങ്ങിയത് ഇന്നത് ഒരു വലിയ പ്രൗഢിയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറിയിരിക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഇത് ചികിത്സയ്ക്കും കരുണയ്ക്കും വേണ്ടിയാണ്, ബിസിനസ് അല്ല. മറുഭാഗത്ത് അതേ നഗരത്തിൽ മിനുക്കിയ മുഖം പോലെ തിളങ്ങുന്നത് വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ. ഗ്ലാസ് ഫസാഡുകളുള്ള, ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള, പ്രശസ്തരായ ഡോക്ടർമാരുടെ പേരുകളിൽ നിറഞ്ഞ മറ്റൊരു പ്രൈവറ്റ് സാമ്രാജ്യം. അതിന്റെ മുഖ്യ അധിപതി വാമിക രാമചന്ദ്രൻ, ഒരു സ്റ്റീൽ വുമൺ, രാഷ്ട്രീയ ബന്ധങ്ങൾക്കും ബിസിനസ് സാമ്രാജ്യത്തിനും സമാനമായി അറിയപ്പെടുന്നവൾ. ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അവരുടേതായ സംശയം സൂര്യയുടെ കൂട്ടുകാരി സാൻവി ഫയലുകൾ തുറന്നു പറഞ്ഞു. വാമിക ഹോസ്പിറ്റലിന്റെ എക്സ്പാൻഷൻ പ്രോജക്റ്റ് അടുത്ത മാസം സർക്കാർ ഫണ്ടിങ്ങിന് പോകാനാണ്. അതിന്റെ റിപ്പോർട്ടിൽ ആരോഗ്യം മെഡിക്കൽ കെയർ ട്രസ്റ്റിന്റെ പ്രാധാന്യം കുറവാണ് എന്ന് ചേർക്കാൻ അവർ ശ്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ നമ്മുടെ ക്യാമ്പ് പൊളിക്കാൻ ശ്രമിച്ചത്, ജിതിൻ പറഞ്ഞു. ചന്ദ്രയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. എന്തുകൊണ്ട് അവർക്ക് തോന്നിയില്ല ഇത്രയും ജീവൻ അപകടത്തിലാകുമെന്ന്? അത് കേട്ട് സൂര്യ പറഞ്ഞു. വിരോധം അളവ് മറന്നാൽ മനുഷ്യൻ ദൈവം കളിക്കുന്നത് പോലെ കളിക്കാറുണ്ട്, ചന്ദ്ര പറഞ്ഞു. രുദ്രന് അവരറിയാതെ തന്നെ വിധി മറുവഴി ഒരുക്കിയിരുന്നു. അവർ അന്വേഷിക്കുന്ന അതേ പാതയിലൂടെ തന്നെയായിരുന്നു രുദ്ര ആചാര്യയുടെ മുന്നോട്ട് പോകുന്നത്. ഒരേ സത്യത്തിലേക്ക്, പക്ഷേ 2 വ്യത്യസ്ത വഴികളിലൂടെ. പിറ്റേന്ന് എല്ലാവരും ഒരുമിച്ച് കോളേജിലേക്ക് ഇറങ്ങുന്നു. കോളേജിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ ചെന്ന് പ്രിൻസിപ്പൽ മാമിനെ കണ്ട് അനുവാദം ചോദിച്ച് ചന്ദ്രയും സൂര്യയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങൾ ഒരു തണുത്ത നിശബ്ദതയിൽ മുങ്ങിയിരിക്കുന്നു. വെയിലിന്റെ പകൽ തിളക്കം മങ്ങിയ ഗ്ലാസ് വാളുകളിൽ നിന്നും ചോർന്നു വീഴുമ്പോൾ നേഴ്സുമാരുടെ ചെറു ശബ്ദം മാത്രം മുറികളിൽ മുഴങ്ങി. യൂണിഫോം ധരിച്ച രുദ്രശങ്കർ ആചാര്യ കൃത്യമായി തന്റെ ടീം ലീഡ് ചെയ്യുന്ന ചുവടുകൾ പോലെ നേരെ ഹോസ്പിറ്റലിന്റെ കോറിഡോറിലേക്ക് നടന്നു. രുദ്രന്റെ കണ്ണുകൾ അന്ന് സാധാരണ അന്വേഷണത്തിൻ്റെതല്ലായിരുന്നു. എവിടെയൊക്കെ നോക്കിയാലും പാതി മറഞ്ഞ സത്യത്തിന്റെ മുദ്രകൾ തേടുന്നവയായിരുന്നു. അവൻ വാക്കുകൾ കുറച്ച് സംസാരിക്കുന്നവനാണ്, പക്ഷെ കാണുന്ന ഓരോ കാഴ്ചയും അവന്റെ കണ്ണുകൾ ഒപ്പിയെടുക്കും. ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ സൂര്യ ഇരിക്കുന്നുണ്ടായിരുന്നു. വെളുത്ത കോട്ടിന്റെ അകത്ത് ചോർന്നു പോകാത്ത ആത്മവിശ്വാസത്തോടെ, കണ്ണുകളിൽ ഉറച്ച നിലപാട്. അവളുടെ മുന്നിൽ രുദ്ര ശാന്തമായ ശബ്ദത്തിൽ ചോദ്യം തുടങ്ങി. സൂര്യ, ക്യാമ്പിന്റെ ആ ദിവസം ടെന്റിനുള്ളിൽ പ്രവേശിച്ചവരുടെ ലിസ്റ്റ് കിട്ടിയോ? അതെ സർ, ഫയലിലുണ്ട്. ക്യാമറ ഫുട്ടേജുകളും ഉണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, അവൾ പറഞ്ഞു. രുദ്ര കസേരയിൽ പിന്നേക്ക് ചാഞ്ഞു. മിസ്സായ ഭാഗം തന്നെ എനിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നു, അവൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. സൂര്യയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ആ വാക്കിൽ അവൾക്കൊരു പരിചയം പോലെ തോന്നി. അവൾ മറുപടി പറഞ്ഞു. ഞങ്ങൾ തന്നെ ആ ഭാഗം അന്വേഷിക്കുന്നുണ്ട് സാർ. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. രുദ്ര ചിരിച്ചു, കണ്ണുകളിൽ ഒരു മിന്നൽ. ഞങ്ങൾ, അതിൽ ഒരുപാട് പറയാത്തത് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കോറിഡോറിലൂടെ നടക്കുകയായിരുന്നു ചന്ദ്ര. ഹോസ്പിറ്റലിന്റെ ഗ്ലാസ് വിൻഡോകളിലൂടെ പടർന്നു വരുന്ന പ്രകാശരേഖ അവളുടെ മുഖത്ത് വീഴുമ്പോൾ അവളുടെ കണ്ണുകൾ അകത്തേക്ക് നോക്കി. അപ്പോഴാണ് സൂര്യയും രുദ്രും ഒരു ടേബിളിന് മുന്നിൽ ഇരിക്കുന്നതായി കാണുന്നത്. ഒരു നിമിഷം അവൾ നിശ്ചലമായി നിന്നു. ആ ശ്വാസം പകുതിയായി നിന്നതുപോലെ.
അവൻ രുദ്രശങ്കർ ആചാര്യ. സൂര്യയും താനുമെല്ലാം മറച്ചു വച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും അറ്റത്ത് നിൽക്കുന്ന ആ വ്യക്തി. അവളുടെ ഹൃദയമിടിപ്പ് കുത്തനെ ഉയർന്നു. ആ സമയം തന്നെ അവൾക്ക് അമ്മമ്മയുടെ ഫോൺ കോൾ വന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ അമ്മമ്മ കോളിംഗ്. അവൾ വേഗം കോറിഡോറിൻ്റെ കോണിലേക്ക് നീങ്ങി ഫോൺ എടുത്തു. ഹലോ അമ്മമ്മ, എന്തായി മോളെ? നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചുവോ? എനിക്ക് അതെല്ലാം അറിയണം മോളെ. എല്ലാം പത്രത്തിൽ നിന്ന് കേട്ട വാർത്തകൾ മാത്രമായിരുന്നു എൻ്റെ അറിവ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും അതേക്കുറിച്ച് ആലോചിച്ചത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിന് എതിരെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ വിട്ടുകളയരുത്. അവർ കാരണം നമ്മുടെ ശത്രുതയ്ക്ക് വേണ്ടി അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത് കുരുന്നുകളുടെ ജീവനാണ്. ആരോരുമില്ലാത്ത കുറേ അനാഥ കുട്ടികളുടെ ജീവിതം. പക്ഷെ ജീവനും ഒരേ വിലയാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം മക്കളെ, അമ്മമ്മ പറഞ്ഞു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്നോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ ചെയ്യരുത്. ഇല്ല മമ്മ, ഒന്നും പേടിക്കണ്ട. ഞങ്ങളെല്ലാം അമ്മമ്മയുമായി ഡിസ്കസ് ചെയ്തു മാത്രമേ ഞങ്ങൾ ചെയ്യൂ. ഇപ്പോൾ അമ്മമ്മ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് അമ്മമ്മ ഈ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും മാറി നിന്നാൽ ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളും നടക്കും. ഇനി ഇത് ചെയ്തവരുടെ ഉദ്ദേശം അമ്മമ്മയെ അവിടെ നിന്നും മാറ്റുക എന്നത് പോലും ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തായാലും ഇനി അമ്മമ്മ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കായി കുറച്ചുകൂടി നന്നായി സമയം ചെലവഴിക്കണം, ചന്ദ്ര പറഞ്ഞു. ഉറപ്പായിട്ടും ഞാനിതിങ്ങനെ കാത്തു സൂക്ഷിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ അച്ഛൻ അത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത്. അത് നിങ്ങളുടെ അമ്മയ്ക്കോ അവരുടെ ഭർത്താവിനോ കൊടുക്കാനുള്ളതല്ല. അമ്മമ്മയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. നിങ്ങൾ ഏത് കാര്യത്തിനും മുൻപായി സത്യം മാത്രം നോക്കണം ചന്ദ്രേ. ആരെയും വഞ്ചിക്കരുത്. നിങ്ങളുടെ മുത്തശ്ശനും ഞാനും ഈ ഹോസ്പിറ്റലിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പണിതതാണ്, പ്രതികാരത്തിനല്ല. ചന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരി അമ്മമ്മ, ഞങ്ങൾ സത്യം കണ്ടെത്തും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം തിരിഞ്ഞ നിമിഷം അവളുടെ ശ്വാസം നിലച്ചു. അവളുടെ പിന്നിൽ തന്നെ യൂണിഫോമിൽ തലയെടുപ്പോടെ നിൽക്കുന്ന രുദ്രശങ്കർ ആചാര്യ. അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ അവനെ നോക്കി. അവന്റെ ദൃഷ്ടി അത്രയും ശാന്തമായിരുന്നു. പക്ഷെ അതിൽ ഒരു കത്തുന്ന അന്വേഷണമുണ്ടായിരുന്നു. എന്തിനാണ് ചന്ദ്ര താൻ ഇങ്ങനെ ഞെട്ടിയത്? അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ നിങ്ങളെ കണ്ടതിൽ പേടിച്ചു പോയി, അവൾ മടിച്ചു പറഞ്ഞു. രുദ്ര അല്പം മുന്നോട്ട് വന്നു. നിങ്ങൾ തന്നെയല്ലേ ലോ കോളേജിൽ നിന്ന് വന്നവരിൽ ഒരാൾ, ആ ക്യാമ്പ് ഓർഗനൈസർ? ചന്ദ്ര ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അതെ സർ, ഞാനും സൂര്യയും ചേർന്നാണ്. രുദ്രന്റെ ശബ്ദം കൃത്യമായ അളവിൽ പതിയായിരുന്നു. അപകടം വന്നത് നിങ്ങൾ രണ്ടുപേരും സംഘടിപ്പിച്ച പരിപാടിയിലാണ് അല്ലേ? അതെ, പക്ഷേ അത് യാദൃച്ഛികമായിരുന്നു സർ. രുദ്രന്റെ കണ്ണുകൾ അവളുടെ മുഖം വിടാതെ നോക്കി. അവൾ പറയുന്ന വാക്കുകൾ ശരിയായിരിക്കണമായിരുന്നു, പക്ഷേ അവൾ പറയാത്തതിലാണ് അവന്റെ സംശയം കുടുങ്ങിയത്. രുദ്രന്റെ മനസ്സിലെ സംശയം അവൻ പതുക്കെ പിന്നോട്ട് നീങ്ങി. അവളുടെ ഓരോ ഭാവങ്ങളും അവന്റെ കണ്ണുകൾ സൂക്ഷിച്ച് പഠിച്ചുകൊണ്ട്. ഒന്നുമില്ലെന്ന് പറയുന്നവർക്ക് എപ്പോഴും പറയാനുള്ളത് കൂടുതലായിരിക്കും, അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൻ കോറിഡോറിലൂടെ നടന്നു പോയപ്പോൾ പിന്നിൽ നിന്ന് ചന്ദ്രയുടെ ചുവടുകൾ മറഞ്ഞു നടന്നു. രണ്ട് വ്യത്യസ്ത ദിശകളിൽ പോകുന്നവർ, പക്ഷേ ഒരേ സത്യത്തിലേക്ക് നീങ്ങുന്നവർ. കോറിഡോറിന്റെ അറ്റത്ത് ഗ്ലാസിൽ പ്രതിഫലിച്ച അവളുടെ മുഖം കാണുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ ചെറുതായി നിൽക്കുന്നു. ഒളിപ്പിക്കാൻ നോക്കുകയാണ് അവൾ. പക്ഷെ എന്താണ് അവൾ ഒളിപ്പിക്കുന്നത്? അവന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി. അന്വേഷണം ഇനി തുടങ്ങുകയാണ്. രുദ്രന്റെ റിപ്പോർട്ടിൽ ആദ്യമായി ചന്ദ്രയുടെ പേര് പ്രത്യക്ഷപ്പെടുന്നു. രുദ്രന്റെ ഓഫീസിലെ മേശപ്പുറത്ത് ഫയലുകളും കാപ്പി കപ്പുകളും മാത്രമായിരുന്നു. അവൻ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. ആ ദിവസം ഹോസ്പിറ്റലിൽ നടന്ന അന്വേഷണത്തിന്റെ തണുപ്പ് ഇപ്പോഴും അവന്റെ ചിന്തകളിൽ നിന്നും അകന്നിരുന്നില്ല. സൂര്യയെയും ചന്ദ്രയെയും കണ്ടതിനു ശേഷം എന്തോ അവ്യക്തമായ ഒരു സംശയം അവന്റെ മനസ്സിൽ കയറി കിടന്നിരുന്നു. അവർ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നു. അവരുടെ മറുപടികളിൽ ആ പിശക് രുദ്രന്റെ പരിശീലനം നേടിയ കണ്ണുകൾക്ക് മുന്നിൽ മറഞ്ഞില്ല. അവരിരുവരുടെയും കണ്ണുകളിൽ ഒരേ ഭയം, ഒരേ ഉറച്ച നിശബ്ദത. അവൻ തന്റെ നോട്ട്ബുക്ക് തുറന്ന് ചില വരികൾ കുറിച്ചു. 2 വ്യത്യസ്ത കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഒരേ ക്യാമ്പ്. അപകടം സംഭവിച്ചത് അവർ നടത്തിയ പ്രോഗ്രാമിൽ വെച്ച്. എന്താണ് ഈ ബന്ധം? അവന്റെ ചിന്തകളെ ഭംഗപ്പെടുത്തിക്കൊണ്ട് കഥകിൽ ശബ്ദം. ഡ്യൂട്ടിയിലുള്ള കോൺസ്റ്റബിൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു വന്നത് വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിന്റെ MD
വിശ്വനാഥൻ നായരായിരുന്നു. ചെറുതായി തുറന്ന പുഞ്ചിരിയുള്ള, പക്ഷേ വാക്കുകളിൽ തീയുള്ള ഒരാൾ. രുദ്ര സാർ, കഴിഞ്ഞ ദിവസം നടന്ന മെഡിക്കൽ ക്യാമ്പ് നടന്ന സ്ഥലത്തുണ്ടായിരുന്ന അപകടത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഈ കേസിൽ എനിക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ചില പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അയാൾ കസേരയിലേക്ക് ഇരുന്നു. അയാളുടെ സംസാരത്തിൽ അഹങ്കാരവും ആത്മവിശ്വാസവും ഒളിഞ്ഞു നിന്നിരുന്നു. ആ മെഡിക്കൽ ക്യാമ്പ് നടത്തിയവർ ആ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ സാർ. ഈ തരത്തിലുള്ള ക്യാമ്പുകൾ കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യരംഗത്തെ സുരക്ഷ തകരാറിലാവുകയാണ്. കുട്ടികൾക്ക് പരിശീലനമില്ല, ലൈസൻസ് ഇല്ല, പക്ഷേ മറ്റുള്ളവരുടെ ജീവൻ പണയം വെച്ച് കളിക്കുന്നു. രുദ്ര ഒന്നും പറഞ്ഞില്ല. അവന്റെ കണ്ണുകൾ താഴ്ത്തി നോട്ട്ബുക്കിൽ കുറച്ചുകൊണ്ടിരുന്നു. വിശ്വനാഥൻ തുടർന്നു. സാർ, അവർക്ക് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ടാകും. അവരുടെ ആരോഗ്യ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അതിനായി പേരെടുക്കാനാണ് ഇതെല്ലാം. ഈ മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ സ്വന്തം ഹോസ്പിറ്റലിനാണ്. അത് ബിസിനസ് വർദ്ധിപ്പിക്കാനാണ് ഈ ക്യാമ്പ് നടത്തിയത് എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് രുദ്രന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നിമിഷം. ആരോഗ്യ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അതേ പേര്. താൻ ചന്ദ്രയുടെ മുഖം ആദ്യമായിട്ട് കണ്ട ഹോസ്പിറ്റൽ. അപകടം നടന്ന കുട്ടിയെ താൻ അവിടേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് അവളെ കാണുന്നതും അവൻ ഓർത്തു. താങ്കൾ ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞതുപോലെ അതിനോട് നേരിട്ടുള്ള ബന്ധം നിങ്ങൾക്കുണ്ടോ? അല്ല സാർ, അവർ നമ്മുടെ എതിരാളികളാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എല്ലാ ഹോസ്പിറ്റൽ മേഖലകളെയും കുഴയ്ക്കുന്നുണ്ട്, വിശ്വനാഥൻ പറഞ്ഞു. വിശ്വനാഥൻ പോയതിനു ശേഷം മുറിയിൽ കുറച്ചു നിമിഷം മൗനം പടർന്നു. രുദ്ര തന്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ പുതിയൊരു ഫയൽ തുറന്നു. സൂര്യചന്ദ്ര എന്ന പേര് ചേർത്തപ്പോൾ തന്നെ പല ലിങ്കുകളും തുറന്നു. അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു യഥാർത്ഥ വെളിപ്പെടുത്തലുകൾ. അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ എത്തുമ്പോൾ ഒരു പേര് ആവർത്തിച്ച് തെളിഞ്ഞു. ഡോക്ടർ ഗായത്രി ദേവി, ആരോഗ്യ മെഡിക്കൽ ട്രസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സ്ഥാപകയും മാനേജിംഗ് ട്രസ്റ്റിയും അവരുടെ പാതി ഡോക്ടർ നാരായണൻ നായർ ഒരു പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. ആ ദമ്പതികൾ ഒരിക്കൽ ആരോഗ്യ മേഖലയിലെ പ്രതിഭകളായിരുന്നു. ഇപ്പോൾ അവരുടെ കൊച്ചുമക്കൾ ആ പാരമ്പര്യം തുടരുകയാണ്. സൂര്യയും ചന്ദ്രയും. ഒരാൾ നിയമത്തിന്റെ മേഖലയിലേക്ക് കടന്നപ്പോൾ ഒരാൾ ജീവൻ രക്ഷാ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. അവരാണോ ആ ഹോസ്പിറ്റലിന്റെ അവകാശികൾ? രുദ്രന്റെ ചുണ്ടുകളിൽ മങ്ങാത്ത ഒരു ചിന്ത ഓടിപ്പോയി. കേസിന്റെ ചുറ്റുപാടുകൾ ഒന്ന് മാറിയതുപോലെ തോന്നി. അന്ന് വൈകിട്ട് വീട്ടിലെ ലൈബ്രറിയിൽ ശിവശങ്കർ ആചാര്യ IAS തന്റെ ഫയലുകൾ പരിശോധിച്ചു കൊണ്ടിരുന്നു. രുദ്ര അകത്തേക്ക് വന്ന് വാതിലടച്ചു. ശിവ, ഏട്ടന് സമയമുണ്ടോ? ഈ കേസ് നിനക്കും താല്പര്യമുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും, കാരണം അവർക്ക് അനുമതി കൊടുത്തത് ഞാനാണ്. സൂര്യഗായത്രി എന്ന് പറയുന്ന ആ കുട്ടി എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ ഞാനാണ് അതിന് അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നറിഞ്ഞ് അനുമതി കൊടുക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? രുദ്ര ഫയൽ അവന്റെ മുന്നിൽ തുറന്നു. ഇവരാണ് പ്രധാന വ്യക്തികൾ, സൂര്യഗായത്രിയും ചന്ദ്രഗായത്രിയും. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചവർ ആരോഗ്യ മെഡിക്കൽ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവരുടെ കുടുംബത്തിൻ്റെതാണ്. അമ്മമ്മ ഡോക്ടർ ഗായത്രി ദേവി. ശിവയുടെ കണ്ണുകൾ ഫയലിൽ കയറിപ്പോയി. സൂര്യയുടെ ഫോട്ടോയിലെ മുഖം കണ്ടപ്പോൾ എന്തോ അവ്യക്തമായൊരു ഫീല്. ആ മുഖം കണ്ട നിമിഷം തന്നെ മനസ്സിൽ ഒരു തിളക്കം തോന്നിയിരുന്നതു ഇപ്പോൾ അത് വ്യക്തമായി. ഗായത്രി ദേവിയുടെ കൊച്ചുമക്കൾ? ശിവയുടെ ശബ്ദം തണുത്തുപോയി. അവരുടെ മുത്തച്ഛന്റെ രോഗിയായിരുന്നല്ലോ നമ്മുടെ അച്ഛൻ. ഒരിക്കല് ഓർമ്മയുണ്ടോ രുദ്ര? അതെ. രണ്ട് സഹോദരന്മാരും മൗനമായി. അവരുടെ മുന്നിൽ വച്ചിരിക്കുന്ന ഫയലുകൾക്കപ്പുറം ഒരു രക്തബന്ധത്തിന്റെ നിഴൽ അവരുടെ അന്വേഷണത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. ശിവ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയണം രുദ്ര. അവളുടെ ക്യാമ്പ്, അവരുടെ കൂട്ടുകാർ, അവരുടെ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുവോ എന്നെല്ലാം. രുദ്ര അവനെ നോക്കി. അതെ, ഞാനത് കണ്ടെത്തും. പക്ഷെ നീയും തയ്യാറായിരിക്കണം. കാരണം ഈ അന്വേഷണം ഇനി വളരെ വ്യക്തിപരമാകാൻ പോകുന്നു. ലൈറ്റിന്റെ തണുത്ത വെളിച്ചത്തിൽ ഫയലുകളുടെ മുകളിൽ നിന്ന് പ്രതിഫലിച്ച സൂര്യയുടെയും ചന്ദ്രയുടെയും മുഖം ഒരു രഹസ്യത്തിന്റെ വാതിൽപ്പടി പോലെ ഇരുവർക്കും മുന്നിലായി നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു ഞാൻ. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഈ സ്റ്റോറി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ടോ? സത്യത്തിൽ ഇത് എനിക്ക് ഒരു ടെൻഷൻ തരുന്ന സ്റ്റോറിയാണ്. കാരണം നമുക്ക് കേസ് അന്വേഷണത്തെ പറ്റിയൊന്നും ഒരുപാട് അറിയില്ലല്ലോ. എൻ്റെ അറിവുകൾ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുഞ്ഞു വരിയിലാണെങ്കിലും ഒന്ന് കുറിച്ചോളൂ കേട്ടോ.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.